ചാവക്കാട്ട് കോൺഗ്രസ് ഐ ഗ്രൂപ്പുകാരനായ ഹനീഫയെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ചാവക്കാട് സ്വദേശി അൻസാറിനെയാണ് നാട്ടുകാർ പിടികൂടിയത്. ചാവക്കാട് CI അബ്ദുൾ മുനീറിനെ സ്ഥലം മാറ്റുകയും ഉണ്ടായിരിക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് സ്ഥലം മാറ്റിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേസിലെ പ്രതികളെ നാട്ടുകാർ പിടികൂടുന്നത് പുതിയ സംഭവമൊന്നും അല്ലെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വിശദീകരണം. ഹനീഫ വധക്കേസിലെ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് കേസിലെ പ്രതികളിൽ ഒരാളായ അൻസാറിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഒരാഴ്ചയായി നടക്കുന്ന അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താനാകാത്ത അൻസാറിനെ സ്വന്തം വീട്ടിൽ നിന്നാണ് നാട്ടുകാർ പിടികൂടിയത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള ഷമീർ, ഷാഫി, അൻസാർ, സച്ചിൻ, അഫ്സൽ, ഫസലു എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പിടിയിലായ ഷമീറും കീഴടങ്ങിയ അഫ്സലും ഒഴികെ മറ്റുള്ളവരുടെ ഒളിസങ്കേതം കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. ഇതിനിടെയാണ് പ്രതിയെ നാട്ടുകാർ പിടികൂടിയത്. കേസിൽ ഒരു പ്രതിയും രക്ഷപ്പെടില്ലെന്നും പ്രതികളെ നാട്ടുകാർ പിടികൂടുന്നത് ആദ്യ സംഭവമല്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരാശങ്കയും വേണ്ട. ഒരു പ്രൈം അക്യൂഷനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. അതിനല്ല നാട്ടുകാർ പിടിച്ചു കൊടുക്കുന്നത് എന്താ? ആ പോലീസിന് കിട്ടാത്തപ്പോൾ നാട്ടുകാർ പിടിച്ചു കൊടുക്കുന്നത് അത് നല്ലതല്ലേ? അതെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാ ആളുകളെയും ഒറ്റയടിക്ക് പോലീസിൻ്റെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. കാരണം അവർ ഈ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റേതായ തന്ത്രങ്ങളുണ്ട്. പക്ഷെ പോലീസ് ആ കാര്യത്തിൽ വളരെ ശക്തമായി ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് നമ്മൾ അന്വേഷിക്കുകയാണ്. വളരെ ശക്തമായ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും. ഒരു പ്രതിയെയും ആരും രക്ഷിക്കുന്ന പ്രശ്നം ഉണ്ടാകില്ല. അതേസമയം കേസിന്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ചാവക്കാട് CI അബ്ദുൾ മുനീറിനെ സ്ഥലം മാറ്റി. രഹസ്യാന്വേഷണ വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസുമായി നേരിട്ട് ബന്ധമുള്ള 3 പ്രതികൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട്. അതേസമയം പിടിയിലായ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തീർച്ചയായും ഈ വിഷയം ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയെ പേടിക്കണോ ഉമ്മൻചാണ്ടിയെ പേടിക്കണോ? AI ഗ്രൂപ്പുകാർ തമ്മിലുള്ള പോരിനിടെ അവസാനം കോൺഗ്രസിലെ തന്നെ ഒരു സാധാരണക്കാരനായ ഒരു പാവം നേതാവ് വീട്ടുമുറ്റത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുകയാണ്. അവിടുത്തെ പ്രതികളെ പിടിക്കാൻ എല്ലാ പ്രതികളെയും സ്വന്തം ഈ കുത്തേറ്റ് മരിച്ച ഹനീഫയുടെ കുടുംബങ്ങൾ തന്നെ പറയുമ്പോൾ പോലും പിടികൂടാൻ സാധിക്കാത്ത പോലീസ്, ആ പോലീസിനെ നാട്ടുകാർ തന്നെ പ്രതിയെ പിടികൂടി ഏൽപ്പിക്കുന്നു. തീർച്ചയായും ഇത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ കേരള പോലീസിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടി നമുക്ക് ചർച്ചയ്ക്ക് വിഷയമാക്കാമെന്ന് കരുതുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ എക്സ്പെർട്ട് പാനലിൽ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ VV രാജേഷ് ഉണ്ട്. അതോടൊപ്പം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് BRM ഷഫീറുണ്ട്. റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് ശ്രീ ജോർജ് ജോസഫ് ഉണ്ട്. ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ ചേരുന്നു. അതോടൊപ്പം ശ്രീ KV അബ്ദുൽ ഖാദർ MLA കൂടെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ ശ്രീ ജോർജ് ജോസഫിലേക്ക് തന്നെ പോകാം. ശ്രീ ജോർജ് ജോസഫ്, നമുക്കറിയാം ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ ഒരു പുതിയ സംഭവമല്ല. ഒരുപാട് വിവാദങ്ങളും ഭരണത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടായ ചരിത്രം കൂടിയുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. ഒരു കേസിൽ ഭരണപക്ഷത്തെ പ്രധാന പാർട്ടിയുടെ 2 ഗ്രൂപ്പുകാർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ഒരു ആൾ കൊല്ലപ്പെടുകയാണ്. ആ കൊല്ലപ്പെട്ട ആൾ കൊന്നത് ആരാണെന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും പോലീസിന് പിടിക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ ഗ്രൂപ്പ് പോരിൻ്റെ ഒരു ഇരയാക്കപ്പെടുമ്പോൾ പോലീസിന് എന്ത് ചെയ്യാൻ സാധിക്കും? പോലീസിൻ്റെ നിഷ്ക്രിയത്വം അതൊരു തരം വല്ലാത്ത അവരുടെ നിസ്സഹായതാവസ്ഥ കൂടിയായി കണക്കാക്കേണ്ടി വരുമോ? ഈ കേസിനകത്ത് ഏതായാലും ഒരു ഏക്കാരനാണ് കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. അത് ഐക്കാരൻ കുത്തി എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എയും ഐയും എല്ലാം ഭരണപക്ഷത്തിരിക്കുന്നതുകൊണ്ട് പോലീസിന് ശക്തമായ നടപടിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ അത് തന്നെ സംഭവിച്ചു. ഹനീഫയുടെ വീട്ടുകാർക്ക് എന്തായാലും അവരുടെ ഒരു മകനെ നഷ്ടപ്പെട്ടു. അത് എ ആയാലും ഐ ആയാലും CPM ആയാലും RSS ആയാലും ആരായാലും ശരി, ഒരു ജീവനാണ് പോയത്. അതിന് തീർച്ചയായിട്ടും പോലീസ് ശക്തമായ നടപടി എടുത്തേ പറ്റുള്ളൂ. ഇതിനകത്ത് ആ ഹനീഫയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തിക്കൊന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ടോ എന്ന് പോലീസ് എന്തായാലും നോക്കണം. 120B ഇതിനകത്തുണ്ടോ എന്ന് തീർച്ചയായിട്ടും പോലീസ് നോക്കണം. അതിപ്പം കക്ഷി രാഷ്ട്രീയമൊക്കെ മറന്ന് പോലീസിൻ്റെ കടമ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതുവരെ പോലീസിന് യഥാർത്ഥ പ്രതികളെ അല്ലെങ്കിൽ ഒരു പ്രതിയെ മാത്രമേ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഒരു പ്രതിയെ ഇപ്പം നാട്ടുകാർ അറസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് സഹായിച്ചവർ അല്ലെങ്കിൽ ആ പ്രതികളെ വണ്ടിയിലേക്ക് കയറ്റി രക്ഷപ്പെടുത്താൻ സഹായിച്ചവരെ മാത്രമാണ്. അപ്പോൾ എന്തായാലും പോലീസ് ആ ലോക്കൽ പോലീസിലെ 2 സർക്കിളന്മാരെ ഇപ്പം സ്ഥലം മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും അവർക്ക് ശക്തമായ ഒരു നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ക്ലിയറാണ്.
അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ കേസ് എന്തുകൊണ്ട് ഇത്രയും ദിവസം ലോക്കൽ പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നു? അവർ എന്തായാലും ലോക്കൽ പോലീസിൽ ഇരിക്കുന്നവർ രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിൻ്റെ പുറത്ത് ഒരു പോസ്റ്റിംഗ് വാങ്ങിച്ച് വരുന്നവരാണ് ഭൂരിപക്ഷവും. കേരളത്തിൽ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഇത് എന്തുകൊണ്ട് ഈ കേസ് ഇതുവരെ ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്തില്ല? തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്യാവും, മുഖം നോക്കാതെ നടപടി എടുത്തേനെ. പക്ഷേ ഇതിനകത്ത് ശക്തമായ ഒരു നടപടി എടുത്തു എന്ന് ഇതുവരെ ഇത്രയും ദിവസമായിട്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്, ഇത്രയും ദിവസമായിട്ട് പോലീസ് ഒരു ശക്തമായ നടപടി എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി താങ്കൾക്ക് വിശദീകരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കൈക്കൂലിക്കാരെയും അഴിമതിക്കാരെയും വിജിലൻസിലോ ക്രൈംബ്രാഞ്ചിലോ എടുക്കില്ല. അപ്പോൾ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കൽ പോലീസിൽ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡറിൽ എല്ലാവരും കൈക്കൂലിക്കാരും അഴിമതിക്കാരുമാണെന്നുള്ള വ്യംഗ്യാർത്ഥം. എന്തായാലും ഞാൻ ഈ പോലീസ് വളരെ 10-31 വർഷം ഇരുന്ന ആളാണ്. കൈക്കൂലി കൊടുക്കാതെ തീർച്ചയായിട്ടും ഏത് LDF വന്നാലും UDF വന്നാലും ഏത് ഭരണം വന്നാലും കൈക്കൂലി കൊടുക്കാതെ ലോക്കലിൽ ഒരു പോസ്റ്റിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്രയോ വർഷം കൊണ്ട് ഇത് കാണുന്നതാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അത് ഈ ഹനീഫ വധത്തിൽ അട്ടിമറി ശ്രമം നടക്കുന്നതായോ എന്നുള്ളതാണ് പൊതുസമൂഹം സംശയിക്കുന്നത്. താങ്കളിലേക്ക് വരാം. ഇപ്പോൾ കൊല്ലപ്പെട്ട ഹനീഫയുടെ സഹോദരനായിട്ടുള്ള ഉമ്മർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ഉമ്മർ, അതായത് ഹനീഫ വധത്തിൽ പോലീസ് അട്ടിമറി നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ, എന്താണ് അവിടെ നിന്നുള്ള അവസ്ഥ? പോലീസിന്റെ അനാസ്ഥത വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇതില്. കാരണം ഇതിന്റെ 3-ാം പ്രതി ഇന്ന് എന്റെ വീടിന്റെ 500 മീറ്റർ മാത്രം അകലെയുള്ള വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയാണ് ഉണ്ടായത്. അത് ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങളും നാട്ടുകാരും പോയിട്ടാണ് അദ്ദേഹത്തെ പിടിച്ചിട്ട് പോലീസിൽ എത്തിച്ചത്. അത് മാത്രമല്ല, ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ചാവക്കാട് റെസ്റ്റ് ഹൗസിൽ ഇതിലത്തെ 2-ാം പ്രതി ഇന്നലെ 50 മീറ്റർ അകലെ മാത്രമുള്ള കോടതിയിലേക്ക് നടന്നു പോയിട്ട് പിടുത്തം കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതുപോലും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞു വരുന്നത് കോൺഗ്രസിലെ ഉന്നതരായ ആളുകൾ ഇതിൽ ഇടപെട്ട് ഈ പ്രശ്നത്തിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണോ? തീർച്ചയായിട്ടും ഗോപ്രതാപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഇതില് അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ആരെയാണ് താങ്കൾ സംശയിക്കുന്നത്? ആഭ്യന്തരമന്ത്രിയാണോ? ആഭ്യന്തരമന്ത്രിയല്ല, ഞങ്ങൾ സംശയിക്കുന്നത് CN ബാലകൃഷ്ണനെയാണ്. മന്ത്രി CN ബാലകൃഷ്ണനെ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. നമ്മോടൊപ്പം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അഡ്വക്കേറ്റ് BRM ഷഫീർ ഉണ്ട്. ശ്രീ ഷഫീർ, CN ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മന്ത്രിക്കെതിരെ കൊല്ലപ്പെട്ടയാളുടെ സഹോദരനാണ് ഇപ്പോൾ ടെലിവിഷനിൽ നമ്മളോട് പറഞ്ഞത്. ഗൗരവമല്ലേ കാര്യം? സംഗതി ഗൗരവം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം. കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിക്കുമ്പോൾ കൊലയാളിയെ ന്യായീകരിച്ച് പൂമാലയിടുകയും കൊല്ലപ്പെട്ടവനെ ഏതെങ്കിലും തരത്തിൽ അവൻ കുലം കുത്തിയാണെന്ന് പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയ സമീപനം കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുത്തിട്ടില്ല. അത് ആ കുടുംബത്തിനറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ വളരെ വ്യക്തമായി ഇടപെട്ട് ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആദ്യമേ തന്നെ ഞങ്ങൾ വെച്ചു. അതിനകത്ത് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനോ CBI അന്വേഷണത്തിനോ ഞങ്ങൾക്ക് കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വൈമനസ്യവുമില്ല. ആദ്യമേ തന്നെ അത് പറയാം. രണ്ടാമത്തെ വിഷയം, ഇവിടെ ഗോപപ്രതാപൻ്റെ വിഷയം പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയ കൊലപാതകത്തെ ന്യായീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഒന്നാമത്തെ പ്രതിയെ അറസ്റ്റ് ചെയ്തു, രണ്ടാമത്തെ പ്രതിയെ ഇന്നിപ്പോൾ നാട്ടുകാർ പിടികൂടി കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഞങ്ങൾ ഈ സംഭവം വന്നപ്പം തന്നെ ഇതുമായി ഉത്തരവാദിത്തപ്പെട്ട പിന്നെ ചാവക്കാട് വരുന്ന ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പിന്നെ ബഹുമാനി പ്രസിഡന്റ് ശ്രീ ഗോപപ്രതാപനെ അന്വേഷണ വിധേയമായി എടുക്കേണ്ട ജാഗ്രത പാലിച്ചില്ല എന്ന കാരണത്താൽ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു. ആ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല ഇന്ന് അസന്ധിഗ്ധമായി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ കേസിൽ രാഷ്ട്രീയ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാളും ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടവരും കൊലപാതകത്തിന് കോൺസ്പിറേ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, സംരക്ഷിക്കുന്ന നിലപാട് ഇല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ, കൊലപാതകത്തിന് ആരെങ്കിലും പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ കൊലപാതകയെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുന്ന എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ്, അദ്ദേഹം 33 വർഷമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത് സൂപ്രണ്ട് ഓഫ് പോലീസായി റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു മാന്യ വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്, പ്രതികളെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഈ വക വർത്തമാനങ്ങൾ അതുകൊണ്ടാണല്ലോ ആഭ്യന്തര വകുപ്പിന്റെ ഈ കാര്യത്തിലുള്ള ശുഷ്കാന്തിയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. പ്രതികളെ കൃത്യസമയത്ത് പിടിച്ചില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ചാവക്കാട് CI ശുഷ്കാന്തിയുടെ ഉദാഹരണമായിട്ടാണ് താങ്കൾ താങ്കളിലേക്ക് തിരിച്ചു വരാം. രാജേഷിന് എന്ത് തോന്നുന്നു,
ഇത്തരമൊരു കൊലപാതകം, അതും വളരെ എന്താ പറയുക, നമുക്കധികം കേട്ടുകേൾവില്ലാത്ത ഒരു രീതിയിലുള്ളൊരു കൊലപാതകം. പക്ഷേ തൃശ്ശൂരിൽ അത് 4-മത്തെയോ 5-മത്തെയോ ആണ്. ഒരേ ഗ്രൂപ്പ്, 2 ഗ്രൂപ്പുകാർ തമ്മിൽ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ ഗ്രൂപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങളുടെ പേരിലോ തമ്മിൽ തല്ലി കുത്തി കൊലപ്പെടുത്തും. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതിനു ശേഷം മാത്രമല്ല, UDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ പോലീസിനെ വന്ധ്യംകരിച്ചിരിക്കുക. നട്ടലിലുള്ള ആംബിയറുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ എങ്ങോട്ടെങ്കിലും സ്ഥലം മാറ്റിക്കൊണ്ടോ മൂലയ്ക്ക് ഒതുക്കിക്കൊണ്ടോ ഓരോ ജില്ലകളിലും, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം സംരക്ഷിക്കുവാൻ വേണ്ടി തൃശ്ശൂരാണ് ചെയ്യുന്നത് എങ്കിൽ കേരളത്തിലെ സമസ്ത മേഖലയിലും ലോ ആൻഡ് ഓർഡറിലൊക്കെ തന്നെ ഷണ്ടന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചുകൊണ്ട് കേരള പോലീസിനെ വന്ധ്യംകരിച്ചിരിക്കുക. ഇന്ന് അദ്ദേഹം എന്ത് ലാഘവബുദ്ധിയോടെ പറഞ്ഞാൽ പോലീസിന് സാധിക്കാത്ത നാട്ടുകാർ പിടിച്ചെടുക്കുക. എങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ, അദ്ദേഹം പോലീസ് വകുപ്പ് പിരിച്ചുവിടട്ടെ. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ തലത്തിൽ സ്ഥാനം നേടാം. പോലീസ് വകുപ്പിനെ പിരിച്ചുവിട്ടുകൊണ്ട് നാട്ടുകാർക്ക് പോലീസ് വകുപ്പിനെ കൈമാറി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള കിരീടം തന്നെ അദ്ദേഹത്തിന് അണിയാം. പത്രക്കാർ തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ആകുന്നതുകൊണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ, താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇങ്ങനെയുള്ള ഇപ്പോൾ ഷബീറൊക്കെ എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സാക്ഷി കുത്തില്ലേ സംസാരിക്കാൻ വേണ്ടി? സ്വന്തം പാർട്ടിയുടെ കൊടി പിടിച്ച ഒരുത്തരെ കുത്തി മലർത്തിയിട്ടയക്കുമ്പോഴേക്കും ആ ചെയ്തികളെ ന്യായീകരിച്ചുകൊണ്ട് സാധാരണ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ ചെറുപ്പക്കാരായ നേതാക്കന്മാരല്ലേ? എനിക്ക് പറയാനുള്ളത്, ഇവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ത് വിഷമത്തോടെ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ നിന്നും മറ്റ് പ്രതി സുഖമായി വന്ന് കിടന്നുറങ്ങും. നമ്മളൊക്കെ കേസിൽ പ്രതിയായിട്ടുണ്ട്, നമ്മളും പാർട്ടിയിലെ നിരവധി പ്രവർത്തകർ പ്രതിയായിട്ടുണ്ട്. ഒരു കേസിലൊക്കെ പ്രതിയാവുന്ന സമയത്ത് ആ പ്രതിക്ക് ഉറക്കം കിട്ടില്ല, സ്വസ്ഥത കിട്ടില്ല. സ്വസ്ഥമായി സുഖമായി 50 മീറ്റർ 500 മീറ്റർ അപ്പുറത്ത് വന്നിരുന്ന് ഉറങ്ങുന്നു. മറ്റേയാൾ കൂളായി നടന്നു പോയി കോടതിയിൽ സറണ്ടർ ആവുന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതി ഷബീർ പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് വന്നു, വളരെ എഫിഷ്യൻ്റായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുന്നു. ഒന്നിനും കൊള്ളാത്ത കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എവിടെയോ കിടന്ന വാവോയ കോടാലികളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ മറ്റൊരു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും നടന്നുപോയി കോടതി കയറി. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയാമല്ലോ, ആംബിയറുള്ള ഒരു സബ് ഇൻസ്പെക്ടർ മതി ഇവരൊക്കെ ചെവി തൂക്കിയെടുത്ത് കോടതി കൊണ്ട് ഹാജരാക്കാൻ. ഓഫീസർമാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, കേരളത്തിലുള്ള തൃശ്ശൂർ ജില്ലയിലെ ഓഫീസർമാരുടെ പേര് പറഞ്ഞുതരാം. ദയവ് ചെയ്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം കുറഞ്ഞുകൊണ്ടുവരികയാണ്. ഏറെക്കുറെ കഴിഞ്ഞ 10 വർഷമായി കുറഞ്ഞു വരിക. കോൺഗ്രസിൻ്റെ കൊലപാതക രാഷ്ട്രീയം സംസ്കാരം വളരെ കുറയ്ക്കണം, വളരെ അവസാനിപ്പിക്കണം. ഇത് അങ്ങേയറ്റം തന്നെ പൈശാചികമാണ് കോൺഗ്രസിൻ്റെ ഈ നടപടികൾ. ശ്രീ ഫക്രുദ്ദീൻ അലി, കേരള പോലീസ് രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്ത് നീതിന്യായം നടപ്പാക്കുന്ന നല്ല ഉദ്യോഗസ്ഥർ ഉള്ളപ്പോൾ തന്നെ ചില പോലീസുകാർ ഒരു പരിധി വിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതല്ലേ ഇതിൻ്റെ യഥാർത്ഥ കാരണം? ഇന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പോലീസുകാർ ഫാർ ബെറ്ററാണ്. കാരണം ജനങ്ങളോട് ചുരുങ്ങിയ പെരുമാറണമെങ്കിലും അറിയാം. സാധാരണക്കാരനും ഇവിടുത്തെ തുല്യ അവകാശാധികാരമാണ്, പൗരനാണ് എന്നൊരു മിനിമം ബോധം നമ്മുടെ പോലീസുകാരുണ്ട്. ദേ ആർ ഫാർ ബെറ്റർ വെൻ കമ്പയർഡ് ടു അതർ പ്ലേസസ് ഇൻ ഇന്ത്യ. യൂറോപ്പ് നേരിയാൻ കമ്പയർ ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടുവരണം. എങ്കിൽ പോലും നമ്മുടെ ഒരു പോലീസ് സംസ്കാരം നമുക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയാണ്. ബ്രിട്ടീഷുകാർ അവരുടെ ഒരു അയൺ ഫ്രെയിംവർക്കിൻ്റെ ഭാഗം ഇന്ത്യക്കാരെ അടിച്ചമർത്താൻ വേണ്ടി സിസ്റ്റത്തിൻ്റെ ഇതുമാണ് സിവിൽ സർവീസും ഈ കളക്ടർമാരും എല്ലാം തന്നെ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തെ ഒന്ന് സ്ഫുടം ചെയ്ത് നമുക്ക് അനുകൂലമാക്കി മാറ്റേണ്ടിയിരുന്നു കാലാകാലങ്ങൾ വന്ന ഗവൺമെൻറ്റുകൾ. അതെവിടെ ഉണ്ടായില്ല. കേരളത്തിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് കോൺഗ്രസ്സുകാരും കുറേ പ്രോഗ്രസീവ് സ്വഭാവമുള്ളതായതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റം കേരളത്തിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ വന്ന അധികാരത്തിൽ ഓരോ രാഷ്ട്രീയ കക്ഷികളും ബ്രിട്ടീഷുകാരുടെ പോലീസിൻ്റെ സ്വഭാവം മാറ്റുന്നവരെ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഇവരെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത്. അല്ലാതെ രാഷ്ട്രീയക്കാർ നട്ടല് ഉയർത്തി നിന്ന് കഴിഞ്ഞാണ്ടല്ലോ പോലീസുകാരൊന്നും ചെയ്യില്ല. കാരണം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനാണ് പവറുള്ളത്. ജനങ്ങളുള്ളത് ആരെ കൂടെ, പോലീസുകാരുടെ കൂടെ അല്ല, ജനങ്ങളുള്ള രാഷ്ട്രീയക്കാരുടെ കൂടെയാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരൻ നേർവഴിക്ക് ചിന്തിക്കാത്ത, നേർവഴിക്കുള്ള ശരിയായ തീരുമാനം എടുക്കാത്തതാണ് പോലീസിലെ ക്രിമിനലുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. മാത്രമല്ല നല്ല ഏതാ പോലീസുകാരുടെ രായ്ക്ക് രാമായണ സ്ഥലം മാറ്റിയിരിക്കും. അത് ഏത് LDF ഭരിക്കുമ്പോൾ താരതമ്യേന കുറവാണ് എങ്കിൽ പോലും. പക്ഷേ പാർട്ടിക്കെതിരായ തീരുമാനം എടുത്താൽ നല്ല പോലീസുകാരെ അവരും മാറ്റും. അപ്പോൾ ഈ ഒരു ഒരു സമീപനത്തിൽ പൊതുവായ മാറ്റം വേണം. അതിൻ്റെ ഇല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് യാതൊരു. ശ്രീ VV രാജേഷിലേക്ക്, അതായത് ഇന്നിപ്പോൾ ഉണ്ടായ ഒരു സംഭവ വികാസം, ചാവക്കാട് CIA സ്ഥലം മാറ്റിയിരിക്കുന്നു, ഗുരുവായൂർ CIA സ്ഥലം മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം, പലരും പറഞ്ഞു കേട്ടിരുന്നത് ലക്ഷക്കണക്കിന് രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും സ്ഥാനങ്ങൾ നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകം താല്പര്യമുള്ള മേഖലകളിൽ പോലീസുകാർ ഇടപെടുന്നത്, അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം കിട്ടുന്നത്. അത്തരത്തിലുള്ള ആളുകൾ നാട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കുന്നതിലൂടെയും പ്രതികളിൽ നിന്നും വാദികളിൽ നിന്നും പൈസ വാങ്ങുന്നതിലൂടെയൊക്കെ നിലനിൽക്കാൻ ശ്രമിക്കുന്നതല്ലേ ഒരു യാഥാർത്ഥ്യം? തീർച്ചയായും. ഇപ്പോൾ ഗുരുവായൂർ CI സുദർശൻ 4 പ്രാവശ്യം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഓർഡർ ആയതാണ്, അദ്ദേഹം അട്ടിമറിച്ചു.
സോളാർ കേസിലുൾപ്പെടെ ആരോപണ വിധേയനായ ശ്രീ PA മാധവൻ MLA പൂർണ്ണ പിന്തുണ അദ്ദേഹത്തുണ്ട് എന്നുള്ളത് തൃശ്ശൂരുള്ള ജില്ലയിലുള്ള ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. മറ്റൊന്ന്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും SIമാരും CIമാരും പണം വാങ്ങുന്നതിന് ഇപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പോലീസ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പഞ്ചിങ് സിസ്റ്റം സ്ഥാപിക്കാൻ വേണ്ടി വന്നതിൽ ഏറ്റവും DGP പോലും ആരോപണ വിധേയനായി നിൽക്കുക. 2 കോടി രൂപയെ ഉപകരണങ്ങൾ സ്ഥാപിക്കാതെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഏമാന്മാർ കോടികൾ വാങ്ങുമ്പോൾ ഞങ്ങൾ 10,000 വാങ്ങിയാൽ കുഴപ്പമില്ല എന്ന് പോലീസുകാർ ധരിച്ചു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ സമ്മതിക്കില്ല. ഇവിടെ പോലീസുകാർ കൈക്കൂലി വാങ്ങുന്ന വിഷയത്തിലേക്ക് ഞാൻ ചർച്ച കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് വേറെ വിഷയം, അത് വ്യാപകമായുള്ളതാണ്. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയും ഒരു കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ ആരോപണം ഉന്നയിച്ച സഹകരണ വകുപ്പ് മന്ത്രി, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ CN ബാലകൃഷ്ണൻ. അവിടെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ കേരളത്തിലെ ക്രമസമാധാന നില തടസ്സപ്പെടുന്നു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ ഒന്ന് പോകാൻ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അതിന് ധൈര്യമില്ല. കോൺഗ്രസ് എന്തിനെയാണ് ഭയക്കുന്നത്? കോൺഗ്രസ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെയാണ് ഭയക്കുന്നത്? എന്താണ്? അല്ലെങ്കിൽ കോൺഗ്രസ് ഉള്ളിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി പിടിച്ചെടുക്കുവാൻ വേണ്ടി കുറേ ക്രിമിനലുകളെ പല സ്ഥലങ്ങളിലും കുത്തിത്തിരികിയിട്ടുണ്ട്. ആ ക്രിമിനൽ രാഷ്ട്രീയത്തെയാണോ ഭയക്കുന്നത്? ഇത് കേരള ജനങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ട്. ബിക്കോസ് കേരളം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. തിരിച്ചു വരാം. ശ്രീ അബ്ദുൽ ഖാദർ MLA ചേരുന്നു നമ്മോടൊപ്പം. ഗുരുവായൂർ MLA ആണ്. ഇന്നുണ്ടായ സംഭവം ഒരുപക്ഷെ വളരെ വിചിത്രമായ മറുപടിയിലൂടെ അത് വളരെ പ്രാധാന്യം അർഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇന്ന് നാട്ടുകാർ ഈ കേസിലെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആഭ്യന്തരമന്ത്രി പോകുന്നത് അതൊരു നിസ്സാര കാര്യമാണ്, പുതിയ സംഭവമല്ല. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത് പോലീസിന് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നാട്ടുകാർ പിന്തുണയ്ക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. എങ്ങനെ കാണുന്നു ശ്രീ അബ്ദുൽ ഖാദർ MLA ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ? ഈ കേസന്വേഷണത്തിലെ പോലീസിന്റെ നിസ്സംഗത ഏറ്റവും കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ്. കാരണം പോലീസ് അന്വേഷണം വളരെ ഫലപ്രദമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം വലപിരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകും എന്നെല്ലാം ആഭ്യന്തരമന്ത്രി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കെ പ്രതി നാട്ടിൽ വിലസുകയാണ്. ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ കൃത്യത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള എന്ന് പോലീസ് തന്നെ ആരോപിക്കുന്ന ആളുകൾ നാട്ടിൽ സ്വൈര വിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സംഭവമാണ് ഇത് പുറത്തുവിടുന്നത്. അത് നിസ്സാര സംഭവമല്ല. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ പ്രതി ഇപ്പോഴും പോലീസിന്റെ മൂക്കിന് താഴെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കെ ജനങ്ങളുടെ കെണിയിൽപ്പെടുന്നു. അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ നാണം എന്നൊരു വികാരം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വീഴ്ച പറ്റിയതിന് ജനങ്ങളോട് അദ്ദേഹം മാപ്പപേക്ഷിക്കുകയാണ് വേണ്ടിയിരുന്നത്. ശ്രീ അബ്ദുൽ ഖാദർ MLA ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ട ഹനീഫയുടെ സഹോദരൻ ഉമ്മർ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉമ്മർ പറഞ്ഞ പ്രധാന പേര് നമ്മുടെ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള CN ബാലകൃഷ്ണൻ മന്ത്രിയെക്കുറിച്ചാണ്. അദ്ദേഹമാണ് ഈ കേസിൽ ഇടപെട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്ന് എങ്ങനെ കാണുന്നു? അല്ല, ഇതില് ഇത്തരം കോൺഗ്രസ് നേതാക്കളുടെ, പ്രത്യേകിച്ച് ജില്ലയിലെ I ഗ്രൂപ്പ് നേതാക്കളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചെല്ലാം വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെ ഞാൻ ടെലിവിഷൻ ചാനലുകളിൽ കണ്ട ഒരു സ്ക്രോളിംഗ്, മുഖ്യമന്ത്രിയും CN ബാലകൃഷ്ണനും ആഭ്യന്തരമന്ത്രിയും ചർച്ച നടത്തി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ തീരുമാനിച്ചു എന്നാണ്. എന്താണ് പരിഹരിക്കാൻ തീരുമാനിച്ച പ്രശ്നം? കൊലപാതക കേസിൽ സോറി പറയലാണോ? കൊലപാതക കേസിലെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ഭരണാധികാരികൾ ഈ കാര്യങ്ങളിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുമായിട്ട് A ഗ്രൂപ്പിന്റെ നേതാവ് കൂടിയായ മുഖ്യമന്ത്രി ചർച്ച നടത്തി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബത്തിൽ അത് വലിയ രോഷമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു കേസിലും പ്രതിയല്ലാത്ത ഒരാളെ നിഷ്ഠൂരമായിട്ട് സ്വന്തം മാതാവിന്റെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന കേസ് ഞങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ പോവുകയാണ് എന്നെല്ലാം പറയുന്നത് എന്തുമാത്രം ലജ്ജാകരമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കേണ്ടതുണ്ട്. തിരിച്ചു വരാം ശ്രീ അബ്ദുൽ ഖാദർ. അതായത് ഉമ്മർ, അതായത് ഹനീഫയുടെ ഈ കൊല ചെയ്യപ്പെട്ട ഹനീഫയുടെ സഹോദരൻ ഉമ്മർ താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? താങ്കളുടെ മുന്നിൽ ഈ വേദി താങ്കൾക്ക് ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ഇത് ശ്രദ്ധിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതികൾ ആരാണ്? ഇനി ആരെയാണ് പിടികൂടാനുള്ളത്? ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയാലായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നീതി ലഭിക്കുക? ഹലോ,
എന്നോടാണോ? അതെ അതെ, ഉമ്മർ പറഞ്ഞോളൂ. അതെ, യഥാർത്ഥത്തിൽ ഇതിന്റെ ഗൂഢാലോചന നടത്തുകയും ഇതിന് കൊട്ടേഷൻ നൽകുകയും ചെയ്തിട്ടുള്ള ഗുരുവായൂരിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ഗോപപ്രതാപനെ അറസ്റ്റ് ചെയ്യണം. കൂടാതെ ഇതില് ഇനിയും കിട്ടാനുള്ള പ്രതികളെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പോലീസ് പിടിച്ച് ഇതിനെ മാതൃക കാണിക്കേണ്ടതാണ്. അല്ല ശ്രീ ഉമ്മർ, ഒരു അനീതി നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ആ രീതിയിലാണെങ്കിൽ പോലും ഒരു കൊലപാതകം നടന്നിരിക്കുന്ന വീട്ടിലേക്ക് മുഖ്യമന്ത്രി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, പ്രധാനപ്പെട്ട നേതാക്കൾ ആരും വരുന്നില്ല. അതിൽ നിങ്ങൾ അസ്വസ്ഥരല്ലേ? അതിന് ഞങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ പോലും ഇന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് മുഖ്യമന്ത്രി വരുന്നുണ്ടെന്നുള്ള അറിയിപ്പ് എനിക്ക് ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. നമ്മോടൊപ്പം എക്സ്പെർട്സ് പാനലിൽ ഇപ്പോൾ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ശ്രീ ജോർജ് ജോസഫ് ഉണ്ട്. ശ്രീ ജോർജ് ജോസഫ്, നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ പോലീസ് പതുക്കെ ഒരു ന്യൂട്രൽ കളിക്കുന്നത് കൊണ്ടാണെന്ന് കൂടി വിലയിരുത്തിക്കൂടെ പ്രത്യേകിച്ച് ഈ കേസിൽ? അത് അങ്ങനെ പറയാൻ നോക്കില്ല. പക്ഷേ ഈ കൊലക്കേസിലെ പ്രതി എന്ത് ധൈര്യസമേതം ആ മരിച്ചയാളുടെ വീടിനടുത്ത് വന്നു എന്നുള്ളതാണ്. അയൽവക്കംകാരനായാലും ശരി, എന്തായാലും ശരി, സാധാരണഗതിയിൽ അത് സംഭവിക്കാറില്ല. അപ്പോൾ ഇതിനകത്ത് എക്കാരും ഐക്കാരും ഒക്കെ ചേർന്നാൽ ഈ പ്രതികളെ, എത്ര പ്രതികളുണ്ടെങ്കിലും ശരി, സറണ്ടർ ചെയ്ത് കൊടുത്താൽ അന്വേഷണം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും. പക്ഷേ ഇതിനകത്ത് ഒരു കോൺസ്പിറസി, ഇതെന്തിനാണ് ഇയാളെ കൊന്നത്? ഉള്ള ഒരു റിഫ്റ്റ് ആണോ? അതിൽ ഇതിൻ്റെ മോട്ടീവ് എന്താണ്? അതൊന്നും ഇതുവരെ നമുക്ക് വ്യക്തമാകുന്നില്ല. എന്ത് കാര്യത്തിന് വേണ്ടി കൊന്നു? ഇത്ര ഒരു വൈരാഗ്യം അങ്ങേരുടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൈ കെട്ടിപ്പിടിച്ചിട്ട് കുത്തിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയത്തിന് അതീതമായ എന്തെങ്കിലും അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു കോൺസ്പിറസി, ഒരു 120B IPC പ്രകാരമുള്ള ഒഫൻസ് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇയാളെ വിളിച്ചിറക്കി കൊല്ലില്ല. ആ ഭാഗത്തേക്ക് പോലീസ് ഇന്ന് വരെ സഞ്ചരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് വളരെ കരുഷമായി ഇനി മുന്നോട്ട് അന്വേഷിക്കണം, എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണം. അതുകൊണ്ട് അന്വേഷണത്തിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആയ ഒരു DYSPയോ അല്ലെങ്കിൽ ഒരു ക്രൈം ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനോ ആരെങ്കിലും വരിക. ഇതിനകത്ത് ഒരു CBI അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഏത് കേസിനും CBI എന്ന് കേരളത്തിലുള്ളവർ ഇങ്ങനെ മുറവിളി കൂട്ടുന്നുണ്ട്. CBIക്കാട്ടിലും ബെറ്റർ കേരള പോലീസ് തന്നെയാണ് എല്ലാ കാര്യത്തിലും. CBIയുടെ ഒരു കേസും കേരളത്തിൽ ഇന്ന് വരെ ഹൈക്കോടതി ശിക്ഷിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് വിളിക്കാതെ നമുക്കിവിടെ തന്നെ നല്ല ഓഫീസേഴ്സിനുണ്ട്. ആ ഓഫീസേഴ്സിനെ കൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം. ഇതിനകത്ത് പ്രതികളെ എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം. അനീഫയുടെ വീട്ടുകാർക്ക് അവരൊക്കെ ഇനിയൊരു ദുഃഖം ഉണ്ടാക്കത്തക്ക രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകരുത്. എന്തായാലും ഉമ്മറിൻ്റെ സഹോദരനെ നഷ്ടപ്പെട്ടിട്ട് അവർ വളരെ വിലപിച്ചിരിക്കുന്നതുകൊണ്ട് പോലീസ് എന്തായാലും, ആഭ്യന്തരമന്ത്രി പല പ്രസ്ഥാനങ്ങളും നടത്തി കാണുന്നുണ്ട്, തീർച്ചയായിട്ടും നല്ല കാര്യം. അതനുസരിച്ച് പോലീസ് നീങ്ങണം. അവിടെയുള്ള സീനിയർ ആയിട്ടുള്ള മന്ത്രി ഇടപെടുന്നുണ്ട്, അതാ പ്രശ്നം. അപ്പോൾ പോലീസിന് നീങ്ങാൻ പറ്റുമോ? അതൊക്കെ നീങ്ങാൻ പോലീസ് വിചാരിച്ചാൽ, കാരണം നല്ല ഓഫീസേഴ്സ് ധാരാളം ഉണ്ട് കേരള പോലീസിൽ. ഇനിയും പോലീസിന് അത് നീങ്ങാൻ സാധിക്കും. 2 CIമാരെ സ്ഥലം മാറ്റി. ഇപ്പോൾ ഇന്ന് അത് മാറ്റണമല്ല. അന്വേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ വളരെ ലാഘവബുദ്ധിയോടെ തന്നെ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ആ മാറ്റം, രണ്ടുപേരെ മാറ്റിയത് നന്നായി. അവർക്കെതിരായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നടപടി ഇനി തീർച്ചയായിട്ടും ഈ കേസിലുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ താങ്കൾ ഈ പറഞ്ഞ പോയിന്റിൽ ഉമ്മറിന് നമ്മളോട് അതിനെ വിശദീകരിക്കാൻ സാധിക്കുന്നത്, ഉമ്മർ വിരോധമില്ലെങ്കിൽ, അതായത് ഹനീഫയുടെ വധത്തിൽ ഏതെങ്കിലും ഘടകങ്ങൾ വിട്ടുപോയതായിട്ടുണ്ടോ? ഇത് AI ഗ്രൂപ്പ്, കോൺഗ്രസിലെ AI ഗ്രൂപ്പുകളുടെ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെന്നായിട്ട് താങ്കളുടെ കുടുംബവും കരുതുന്നുണ്ടോ? തന്നെയാണ് ഇതിന്റെ പിന്നിൽ. മാത്രമല്ല, ഈ ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹത്തിനുള്ള ലാൻഡ് മാഫിയ, അത് കൂടാതെ അദ്ദേഹം നടത്തുന്ന സ്പിരിറ്റ്, ഇവിടെ ഈ ഗുണ്ടകളെ വെച്ചിട്ട് അദ്ദേഹം ഇവിടെ കള്ള് കച്ചവടവും ഹാൻഡ്സ് പോലുള്ള നിരോധിത മദ്യ സാധനങ്ങൾ വിൽക്കുകയോ ഒക്കെയാണ് ഇദ്ദേഹം ചെയ്യിപ്പിക്കുന്നത്. അതിനെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഗുണ്ടകളാണ്. അതിനെതിരെയാണ് അതുമായിട്ട് ഈ AI ഗ്രൂപ്പ് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഈ കുട്ടികളെ, കോൺഗ്രസിന്റെ ചെറുപ്പം സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന പിള്ളേരെ അതിലേക്ക് ആകൃഷ്ടരാക്കി കൊണ്ടുപോവുകയാണ് ഈ ഗോപ്രതാപം ചെയ്തിരുന്നത്. അത് വിലക്കുകയും ഒരു നന്മ കലാ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ് ഈ അനീഫ ചെയ്തത്. അവിടെ മുതലാണ് പിന്നെ ഈ പ്രശ്നങ്ങളിലേക്ക് ഇവരെ ഇതാക്കുന്നത്. മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനീഫയുടെ ഞങ്ങളുടെ മൂത്ത സഹോദരൻ സറൂഖിനെ വെട്ടിയിട്ടുണ്ട് ഈ ഗുണ്ടകള്. ഇവർ നിരന്തരം ക്രിമിനൽസ് ആണ്. അതിന്റെ സംരക്ഷകനാണ് ഈ ഗോപ്രതാപൻ. അദ്ദേഹത്തിന്റെ എല്ലാ ഗുണ്ടായസങ്ങൾക്കും ഗുണ്ടകളെയാണ് കൊണ്ടുപോകുന്നത്. പാർട്ടി പരിപാടികളിലായാലും മറ്റുള്ളതിലായാലും ഈ ഗുണ്ടകളെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പരിപാടികളെല്ലാം അലങ്കോലപ്പെടുത്തുന്നതും മറ്റു നേതാക്കന്മാര് ഇദ്ദേഹത്തിന് ഈ ഗോപ്രതാപന് പങ്കെടുക്കാത്ത പരിപാടികളെല്ലാം അലങ്കോലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ഗുണ്ടകളെ വെച്ചിട്ടാണ്.
തിരിച്ചു വരാം. അഡ്വക്കേറ്റ് BRM ഷഫീർ, വളരെ ഗൗരവമുള്ള ഒരു വിഷയം. അതായത് സാമൂഹ്യ ദ്രോഹികളാണ്, സാമൂഹ്യ വിരോധികളാണ് ഇതിനു പുറകിൽ. അതും കോൺഗ്രസ് പാർട്ടിയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട്. ഗുണ്ടായിസം മാത്രമല്ല, മയക്കുമരുന്ന്, മദ്യം, സ്പിരിറ്റ് കച്ചവടം, ഇതെല്ലാം നടത്തുന്ന ഒരു മാഫിയ. നമുക്കറിയാം ചാവക്കാട് മേഖല വളരെ സെൻസിറ്റീവാണ് ഒരു വശത്ത്. ഇപ്പോൾ പറയപ്പെടുന്ന പേരിൽ, ഇവർ ഉന്നയിക്കുന്ന പേരിലുള്ളവരെ ഒന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് വീഴും, അല്ലെങ്കിൽ കേസിൽ നീതി ലഭിക്കുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സ്വൈരമായി വിഹരിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. ഈ കേസിൽ ഞങ്ങൾ ഏതെങ്കിലും ജാഗ്രത കുറവ് കാണിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഹനീഫയുടെ സഹോദരൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ മിനിറ്റുകൾക്കുള്ളിൽ ആ വീട്ടിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ, അവരുടെ ഗ്രീവിയൻസ് പറഞ്ഞാൽ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പിന്നെ ഇവിടുത്തെ വിഷയം, FIR എടുത്തു. FIR എടുക്കുന്നതിൽ എന്തെങ്കിലും ഡിലേ വന്നോ? കൃത്യമായ സമയത്ത് തന്നെ FIR-ൽ പറയപ്പെടുന്ന 4 പ്രതികളിൽ ഇന്നലെ വരെ കൊണ്ട് 3 പ്രതികൾ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ ഒരാളെ നാട്ടുകാർ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺസ്പിറയുടെ വിഷയം, ഗോപപ്രതാപനെ സംരക്ഷിക്കുന്ന എന്തെങ്കിലും നിലപാട് കോൺഗ്രസ് ഇതിനകം എടുത്തോ? അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും പരാതിയുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഈ കേസ് വന്നപ്പോൾ തന്നെ ഇതിലെ കൊലപാതകികളെയും അതുമായി ബന്ധപ്പെട്ടവരെയും ന്യായീകരിക്കുന്ന സമീപനം കോൺഗ്രസ് എടുത്തില്ല. കൊലപാതകിയെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന് നിയമസംരക്ഷണം കൊടുത്തില്ല, അയാളെ ജയിലിൽ പോയി സംരക്ഷിച്ചില്ല, അദ്ദേഹത്തിന് വക്കീലിനെ ഉണ്ടാക്കി കൊടുത്തില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ കുടുംബത്തിൽ 3 കുട്ടികൾ അനാഥമായല്ലോ. ആ കുട്ടികളുടെ സംരക്ഷണത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ KPCC വ്യക്തമായ നിലപാടുണ്ടായി. ഞങ്ങൾ ആദ്യമേ തന്നെ ചെയ്തെന്താ, ഇതിനകത്ത് ജാഗ്രത കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് സുരേഷ് ബാബു കമ്മീഷണർ, MM നസീർ ഉൾപ്പെടുന്ന കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തി. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടുകൊണ്ടാണല്ലോ ഗോപപ്രതാപനെ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞത്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ലാഗിങ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ നിശ്ചയമായി ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഹനീഫ കൊലക്കേസ് ഏറ്റവും കൂടുതൽ വികാരപരമായി വേദനിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക്. ഞങ്ങളതിനകത്ത് ഒരു കാര്യം ചെയ്യില്ല. പിന്നെ ശ്രീമാൻ BJP-യിലെ ശ്രീ BV രാഗേഷ് പറഞ്ഞൊരു വിഷയം, അദ്ദേഹമൊക്കെ ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ വല്ലാതെ നിലപാടെടുക്കുക. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോട് പഠിക്കാൻ പോയിരുന്ന വിദ്യാർത്ഥി, 9 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ പിന്നെ തൂണിൽ പിടിച്ച് കെട്ടിവെച്ച് അവിടെ വെച്ച് കൊലപ്പെടുത്തിയ BJP-കാരന് ഭ്രാന്താണെന്ന് പ്രചരിപ്പിച്ചവരാണ് ഇവിടുത്തെ BJP-കാർ. കാസർഗോഡ് ഈ സംഭവത്തിൽ എന്താ VV രാജേഷിൻ്റെ നിലപാട്, BJP-യുടെ നിലപാട് എന്താ? പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുൽ ഖാദർ MLA പറഞ്ഞു, അദ്ദേഹം CPM-ന്റെ പ്രമുഖനായ MLA. ഞങ്ങൾ TP ചന്ദ്രശേഖരൻ കൊലപാതക കേസ് ചെയ്തതുപോലെ ജയിലിൽ കിടക്കുന്നവനെ പാർട്ടിയിൽ പ്രൊമോഷൻ കൊടുത്തവരാണോ? ഞങ്ങൾ പിന്നെ ഫയാസിൻ്റെ കേസിൽ, ഷുക്കൂറിൻ്റെ കേസിൽ, ഏറ്റവും അവസാനം മുഖേരിയിലെ ജഗദീപൻ്റെ കേസിൽ, ഏറ്റവും അവസാനം വെലങ്ങന്നൂരിലെ പ്രതിമ തകർത്തവരുടെ കേസിൽ ഉൾപ്പെടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. തൃശ്ശൂരിൽ 4 പേരെയാണ് അന്യോന്യം. ഞങ്ങൾ ഇപ്പോഴും പറയാം, ഇതിനകത്ത് ഗ്രൂപ്പിന്റെ സംരക്ഷണം ഉണ്ടാവില്ല, ഇതിനകത്ത് ആഭ്യന്തരമന്ത്രി സംരക്ഷിക്കില്ല, ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് സംരക്ഷണം ഉണ്ടാകില്ല. അങ്ങനെ ഏതെങ്കിലും ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല. ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആയി കഴിഞ്ഞു എന്നാ പറഞ്ഞത് CN ബാലകൃഷ്ണൻ. എന്ത് കോംപ്രമൈസ്? കൊലപാതക കേസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ജോർജ് ജോസഫ് സാറിന് അറിയാലോ. കൊലപാതക കേസിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മന്ത്രിയെ ഇതിനകത്ത് കണക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള തെളിവുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന് ഇതിലെന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ നാട്ടുകാർ പ്രതിയെ പിടിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ചർച്ച തന്നെ ശ്രീ ഷഫീർ. അല്ലെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പറയട്ടെ, ഇവിടെ ഗോപപ്രതാപനുമായി ബന്ധപ്പെട്ട ചില റാക്കറ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോപപ്രതാപൻ ശിക്ഷിക്കപ്പെടും. മരിച്ചയാളുടെ സഹോദരനാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടും, ഞങ്ങളത് ഉറപ്പ് തരികയാ. പ്രിയപ്പെട്ട നമ്മുടെ ഉമർ കേൾക്കുന്നതുകൊണ്ട് പറയുകയാണ്, ഗോപപ്രതാപന് ഈ കേസിൽ കോൺസ്പിറയിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആലോചിച്ചുകൊണ്ട് KPCC പറയുന്നു, നിർബന്ധമായും അതിലെ ഗോപപ്രതാപൻ അതിനകത്ത് പങ്കാളിത്തമുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും. കൊലപാതകികളെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് പാർട്ടിക്കില്ല. ഇന്നലെയുമില്ല, ഇന്നുമില്ല, നാളെയും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല, എല്ലാ പ്രതികളും അവിടെ തന്നെ ഉണ്ട്. 4 പ്രതികളാണല്ലോ, 3 പേർ പിടിച്ചു വെച്ചു കൊടുത്തു, 10 പേർ ചേർന്നാണ് ഈ. അങ്ങനെയല്ല, അതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കിയത് 3 പേർ പിടിച്ചു വെച്ചു കൊടുത്തു, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ മുമ്പിൽ വെച്ച്, അദ്ദേഹത്തിന്റെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഒരാൾ കുത്തി. ആ ഷമീർ കോൺഗ്രസ്സുകാരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ അദ്ദേഹം കോൺഗ്രസ് അനുഭാവം. ഉമറിന് എന്തോ പറയാനുണ്ട്. ഉമർ പറഞ്ഞോളൂ. അത് അദ്ദേഹം പറഞ്ഞു ഗോപപ്രതാപന് പങ്കുണ്ടെങ്കിൽ നല്ല 100% പങ്കുണ്ട്. ഈ കൃത്യം നടക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വരെ ഗോപപ്രതാപൻ ആ പ്രദേശത്ത് വരികയും ഈ പ്രതികളുമായി ഗൂഢാലോചന കണ്ടവരുണ്ട്. അദ്ദേഹത്തിന്റെ വണ്ടിയിലാണ് ഈ പ്രതികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അവിടുന്ന് കൊല നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ വണ്ടിയിലാണ്, വൈറ്റ് എറ്റിയോസ് വണ്ടിയിലാണ് 8000 എന്ന് പറയുന്ന GL 47, അത് എനിക്കറിയില്ല, 8000 വണ്ടിയിൽ എറ്റിയോസിലാണ് അദ്ദേഹം ഈ പ്രതികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പങ്കില്ല എന്ന് പറയുന്നു? 100% അദ്ദേഹത്തിന് പങ്കുണ്ട്. അത് CN ബാലകൃഷ്ണൻ മന്ത്രിയുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ് ഈ ഗോപപ്രതാപൻ, അല്ലേ? CM ബാലകൃഷ്ണന്റെ തണലോടെ കൂടിയിട്ടുള്ളതാണ് ഇവന്റെ ഈ പ്രവർത്തനം. 19 വർഷമായിട്ടുള്ള അവൻ ഈ പാർട്ടിയിൽ വന്നിട്ട് എങ്ങനെ ബ്ലോക്ക് പ്രസിഡന്റായി?
ആരവനെ ബ്ലോക്ക് പ്രസിഡന്റ് ആക്കി? ആരവനെ തിരുവത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആക്കി? എത്രയോ കാലങ്ങൾ പഴക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ, പാരമ്പര്യ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഉണ്ട്. അവരെല്ലാം വെട്ടിയിട്ടല്ലേ ഈ CN ബാലകൃഷ്ണൻ ഇവനെ ബ്ലോക്ക് പ്രസിഡന്റ് ആക്കുകയും ഇവനെ തിരുവത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആക്കുകയും ചെയ്തത്. ഇപ്പോഴും അദ്ദേഹം തിരുവത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് അല്ലേ? അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടത്തിക്കൂടെ? അല്ല, അപ്പൊ ഇപ്പോൾ പോലീസിന്റെ വേർഷൻ എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? ഗോപപ്രതാപൻ ഇത് ഈ കേസിൽ പ്രതി അല്ലെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നാണോ പോലീസിന്റെ ഭാഷ്യം? നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ഗോപപ്രതാപന്റെ കാര്യത്തിൽ. മറ്റുള്ളതെല്ലാം ക്രിമിനൽസ് ആണ്. അവരുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് ഏത് പോലീസ് അന്വേഷിച്ചാലും സ്ഥലം മാറ്റിയ പോലീസ് CIമാര്. പ്രിയപ്പെട്ട ഉമർ, കോൺഗ്രസിന് വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ട ഉമർ കേൾക്കൂ. ഈ ഗോപപ്രതാപനെ കോൺഗ്രസ് സംരക്ഷിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്നലെ ഗോപപ്രതാപൻ ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റിനെതിരെ അക്യൂസേഷൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഗോപപ്രതാപൻ നിൽക്കക്കള്ളിയില്ലാതെ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട VM സുധീറിനെതിരായി. ഞങ്ങൾ ഗോപപ്രതാപനെ ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഈ കേസിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ്. അല്ല, അതിനകത്ത് അന്വേഷണം പുരോഗമിക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട അന്വേഷണം വേണമെങ്കിൽ എന്ന് മുഖ്യമന്ത്രിയോട് പറയൂ. ഞങ്ങൾക്ക് അതിനകത്തൊരു തടസ്സമില്ല. അന്വേഷണം പൂർത്തീകരിക്കും. ഹനീഫയുടെ കേസിൽ ഗോപപ്രതാപൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിനകത്തൊരു ക്രിമിനൽ കേസിലേക്ക് ഒരു കോൺസ്പിറൈ ഉണ്ടെങ്കിൽ, ഗോപപ്രതാപനാണ് സംരക്ഷിച്ചതെങ്കിൽ ഒരു സംശയം വേണ്ട. ജോർജ് ജോസഫ്, ഇത്തരം ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ എങ്ങനെയായിരിക്കും പോലീസിന് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുക? ഈ മരിച്ചയാളുടെ സഹോദരൻ പറയുന്നത് ഗോപപ്രതാപനെ കുറിച്ച് പറയുന്നു, ഗോപപ്രതാപനെ സംരക്ഷിക്കുന്നത് പ്രമുഖനായ മന്ത്രിയാണെന്ന് പറയുന്നു. എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനകത്ത് ഉമ്മർ പറഞ്ഞത്, ഉമ്മറിൻ്റെ മൂത്ത ജ്യേഷ്ഠനെ ഒരിക്കൽ വെട്ടിയിരിക്കുന്ന ഈ ഗ്യാങ്, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫക്രുദ്ദീനെ നേരത്തെ ഒരു പ്രാവശ്യം വെട്ടിയിരിക്കുകയാണ്. ആ കുടുംബത്തെ നശിപ്പിക്കാൻ തന്നെയല്ലേ അതിൻ്റെ തീരുമാനം. നേരത്തെയുള്ള ഇദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനെ വെട്ടിയ ഒരു സംഭവം, ഒരു കേസ് അവിടെ നിലവിലുണ്ട്. ഇപ്പോൾ അനിയനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തിക്കൊന്നിരിക്കുന്നു. ഇതിനകത്ത് ഈ പ്രതികളായി പറയുന്നവർക്കെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവർക്ക് മറ്റ് ചാരായത്തിൻ്റെയും മറ്റ് രീതിയിലുള്ള പല പ്രവർത്തനങ്ങളുണ്ടെന്ന് പറയുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ ആരാണ് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത്? ഗോപപ്രതാപൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കോൺസ്പിറസിൻ്റെ ഗോപപ്രതാപൻ ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് ആ പരിസരത്ത് വന്നു പ്രതികളുമായിട്ട് സംസാരിക്കുന്ന കണ്ടുവെന്ന് ഉമ്മർ ഇപ്പം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ നിന്ന് തീർച്ചയായിട്ടും അന്വേഷണം ഈ ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റണം. അതിനൊരു പ്രത്യേക ടീം ക്രൈംബ്രാഞ്ചിൽ തന്നെ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കോൺസ്പിറസിയെ പറ്റി. അതിൽ വേറൊരു കാര്യം ഉമ്മർ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഗോപപ്രതാപൻ മാത്രമാണ് ഈ ക്രിമിനൽ ഗുണ്ടകളുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തുള്ളത്. അതായത് രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ സ്പിരിറ്റ് കച്ചവടവും മയക്കുമരുന്നും കച്ചവടവും നടക്കുന്നതെന്നാണ് കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ പറയുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ ഇവർ പറയുന്നവർക്ക് ബോധ്യപ്പെട്ട നാട്ടുകാരാണ്, തൊട്ടടുത്തുള്ളവരാണ്, ബോധ്യപ്പെട്ട കാര്യം തന്നെയായിരിക്കും ഉമ്മർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗോപപ്രതാപൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. അദ്ദേഹത്തിന് ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം, ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്നത്, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറയുന്നത് ചെറിയൊരു പോസ്റ്റല്ല കോൺഗ്രസിനെ സംബന്ധിച്ചോളം. അവരെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഗോപപ്രതാപനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഈ ഡിപ്രൈവ്ഡ് ബാധിക്കപ്പെട്ടവരുടെ കുടുംബങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആളെ സംരക്ഷിക്കുന്ന ഒരു മന്ത്രി എത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ട്? ചാവക്കാട്ട് കൊല്ലപ്പെട്ട ഹനീഫയുടെ സഹോദരൻ ഉമ്മറിൻ്റെ വെളിപ്പെടുത്തലുകൾ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പീപ്പിൾ TV ഏറ്റെടുത്തിരിക്കുന്നത്. ഗോപപ്രതാപൻ എന്ന മുൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ മുഖ്യ ആസൂത്രകൻ ഗോപപ്രതാപനാണെന്നാണ് മരിച്ച ഹനീഫയുടെ സഹോദരൻ തന്നെ പറയുന്നത്. ആ ഗോപപ്രതാപനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറല്ല എന്നുള്ള നിലപാടും കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിലുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രതിബന്ധമായി നിൽക്കുന്നത് CN ബാലകൃഷ്ണൻ മന്ത്രിയാണെന്നാണ് കുടുംബം വീണ്ടും ആരോപിക്കുന്നത്. എങ്ങനെ ഈ ഒരു പ്രതിബന്ധം തരണം ചെയ്യാൻ സാധിക്കും ശ്രീ ഷഫീർ? ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. പോയതിനു ശേഷം ആഭ്യന്തരമന്ത്രിയും KPC പ്രസിഡന്റുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഈ കുടുംബം ആവശ്യപ്പെടുന്ന പോലെ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെങ്കിലും ഞങ്ങൾ പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. ഗോപപ്രതാപൻ്റെ പിന്നിൽ മാഫിയകളുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട പ്രതിപെട്ട
ഗോപപ്രതാപനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കേരളത്തിലെ കോൺഗ്രസ് നിർത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയത്തിനെതിരെയും കൊലപാതക അല്ല, ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളിൽ പെട്ടിട്ട് അത് വലിയ പ്രശ്നമാവില്ലേ? ഗോപപ്രതാപൻ ഐ ഗ്രൂപ്പിന്റെ ഒരു വലിയ പ്രതിനിധിയാണ് തൃശ്ശൂരിലെ. ഗോപപ്രതാപനെ ഐയും എയൊന്നുമില്ല. ഗോപപ്രതാപൻ തെറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ പുറത്താക്കി. ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് അത് ഗോപപ്രതാപൻ മറുപടി പറഞ്ഞു കേട്ടോ. രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ മത്സരിക്കരുത്, പ്രായം കൂടിയതുകൊണ്ട് പിന്മാറണം എന്ന് പറഞ്ഞതിന്റെ പ്രതികാരം കൊണ്ടാണ് VM സുധീരനെതിരെ ഗോപപ്രതാപൻ പറഞ്ഞത്. ഗോപപ്രതാപന് ഇത് പറയാൻ എന്താ അധികാരമുള്ളത്? 2004 ശ്രീമതി സോണിയാഗാന്ധി അങ്ങോട്ട് വന്നിട്ട്, സാറിന് അറിയാലോ, അങ്ങോട്ട് വന്നിട്ട് VM-നോട് മത്സരിക്കാൻ, ആലപ്പുഴയിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട എന്ന് ഇന്ത്യയിൽ പറഞ്ഞ, എനിക്ക് സീറ്റ് വേണ്ട എന്ന് ഇന്ത്യയിൽ പറഞ്ഞ ഏക നേതാവ് ശ്രീ VM സുധീരനാണ്. അപ്പോൾ ഐ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധി എന്നതിനപ്പുറത്ത് VM സുധീരന്റെ ശത്രുവാണ് ഗോപപ്രതാപൻ. VM സുധീരന്റെ ശത്രു എന്ന നിലയിലല്ല, കോൺഗ്രസിനെതിരായി നിലപാടെടുക്കുന്ന, കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി നിലപാടെടുക്കുന്ന ആരായാലും ശരി, അവരെല്ലാം VM സുധീരൻ എന്നല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ശത്രുക്കളാണ്. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരു നിമിഷം, നമുക്ക് ഫക്രുദ്ദീൻ അലിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ആ വിഷയത്തിലേക്ക്. അതായത് ഇപ്പോൾ തന്നെ ഈ ഉമ്മർ എന്ന വ്യക്തി, അതായത് ഹനീഫയുടെ സഹോദരൻ പറഞ്ഞൊരു കാര്യം, ഈ ഗോപപ്രതാപൻ ബ്ലോക്ക് പ്രസിഡന്റ് ആണല്ലോ, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു മന്ത്രിമാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വെച്ച് പൊറപ്പിക്കുന്ന സാധനമാണോ? മാഫിയ ബന്ധങ്ങൾ, സ്പിരിറ്റ് കച്ചവടം, കുട്ടികൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കൽ, ഗുണ്ടായിസം, അതല്ലേ പറഞ്ഞത്? ഇതെല്ലാം ഉമ്മർ പറഞ്ഞതാണ്. ആ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഗോപപ്രതാപനാണെന്നാണ് പറയുന്നത്. ഇവരെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത്. അതെ, ഇതിൽ ബന്ധത്തിന്റെ അത്ഭുതം. കാരണം ഇന്ത്യയിലെ മറ്റുള്ള പ്രദേശങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ മെയിൻ ബിസിനസ് ഇത് തന്നെ. കേരളത്തിൽ കുറച്ചൊക്കെ ഒരു ധാർമ്മിക ബോധം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അല്ലാതെ പോകുന്നു. എങ്കിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPM തന്നെ അതിൻ്റെ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ എന്താ പറയുക വിലയിരുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ പാർട്ടിയുടെ കീഴ്ത്തട്ടിൽ ഈ പലിശക്കാരും അതുപോലെ തന്നെ ഇവന്മാരൊക്കെ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ വരുന്നത്. റിയൽ എസ്റ്റേറ്റുകാർ എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ മാഫിയകളിലൊന്നാണ്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ അത്ഭുതപ്പെടാമെന്നില്ല. പുതിയ നമ്മളെ ചുറ്റും നടന്നുകൊണ്ട് ഇവിടെ പുതിയ 1-2 കാര്യം മനസ്സിലാവും. ഒന്ന്, ഞാൻ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിനെ പറ്റി പറയാം. എൻ്റെ വാപ്പ കോൺഗ്രസിൻ്റെ വളരെ സജീവ പ്രവർത്തകനാണ്, വലിയ ഫ്രീഡം ഫൈറ്ററായിരുന്നു, ഉദയൻ അറിയാവുന്ന കാര്യം തോന്നുന്നു. അപ്പോൾ കോൺഗ്രസ് ഐ ഗ്രൂപ്പ് നേതാവായിരുന്നു വാപ്പ. ഈ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടല്ലോ, സാധാരണഗതിയിൽ ആ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് പോകില്ല. അത് പരമാവധി സംഭവിക്കുന്നത് പ്രസംഗിക്കുമ്പോൾ സ്റ്റേജ് പൊളിക്കുക, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതിന് മുമ്പേ ലോക്ക് ഇടുക, പോസ്റ്റർ ഇടുക, ഇതൊക്കെ ഇവരെ ഗ്രൂപ്പ് രാഷ്ട്രീയം. ഒരു കൊലപാതക രാഷ്ട്രീയത്തെ പോലെ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് പോകാൻ മറ്റു കാരണങ്ങളാണ്, മാഫിയ ബന്ധങ്ങളാണ്. ഇവിടെ തന്നെ തൃശ്ശൂരുള്ള കാര്യം എന്ന് വെച്ചാൽ രാഷ്ട്രീയം ഇതിൻ്റെ ഒരു ജസ്റ്റ് എന്താ പറയുക ഒരു പൊതി മാത്രമാണ്. ഇതിനുള്ളിലുള്ള മാഫിയ ബന്ധം. അതുകൊണ്ടാണ് ഒരു മാഫിയയ്ക്ക് ഭീഷണിയാകുമ്പോഴാണ് അത് കൊലപാതകം കൊണ്ട് ഫാസിസ്റ്റ് രീതികൾ കൊണ്ട് നേരിടുക. കോൺഗ്രസ്സുകാർ പൊതുവെ ആ രീതിയിൽ ഒരു ഫാസിസ്റ്റ് സമീപനം എടുക്കാൻ, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ കോൺഗ്രസ്സുകാർ പൊതുവെ അങ്ങനെ എടുക്കുന്ന ഒരു പാർട്ടിയല്ല പൊതുവെ. എങ്കിൽ പക്ഷേ തൃശ്ശൂർ എന്തുകൊണ്ട് ഇതുണ്ടാകും കണ്ടിന്യൂസ് ആയിട്ട്? ഇപ്പം TP ചന്ദ്രശേഖരൻ വാദത്തിന് CPM പ്രതിക്കൂട്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ചാൻസ് CPM-ൻ്റെ ഒരു പക്ഷേ കേരളത്തിലെ ഇന്നത്തെ പിന്നോട്ടടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം TP അതുമായിട്ട് ബന്ധപ്പെട്ട ആ പാർട്ടിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നതാണ്. ഇന്ന് ആ സമയത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു രീതിയിലുള്ള കൊലപാതക വാർത്തകൾ കോൺഗ്രസിൻ്റെ സ്വന്തം പ്രവർത്തകർ പരസ്പരം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വലിയ ക്ഷീണമല്ലേ? അപ്പോൾ ഇതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്ന മാഫിയുണ്ട്. ഈ മാഫിയ രാഷ്ട്രീയം കോൺഗ്രസ് കൂടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ഒരു ദാവൂദ് ഇബ്രാഹിം ഉണ്ടാകാൻ പോകുന്നത് എറണാകുളം തൊട്ട് ചാവക്കോട്, തൃശ്ശൂർ, പൊന്നാനി വരെയുള്ള മേഖലയെന്നായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എറണാകുളം വികസിച്ചുകൊണ്ടിരിക്കുക. ഇത് സോഷ്യോളജി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കാം. വികസനം എളുപ്പം വെറുതെ ബാങ്കിൽ നിന്ന് കടമെടുത്തത് മാത്രമായിട്ട് അല്ല. ഒരു സ്ഥലം വികസിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ അതിന് അവർ ഔട്ട്സോഴ്സ് ചെയ്യും പല കാര്യങ്ങളും. അപ്പോൾ എറണാകുളത്ത് ഗുണ്ടാപ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള ആളുകളെ പ്രധാനമായിട്ട് സാറിന് നന്നായിട്ട് പറയാൻ പറ്റും ഔട്ട്സോഴ്സ് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ കഴിഞ്ഞ 90-കൾക്ക് ശേഷം ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ കേരളത്തിലെ ഗുണ്ടാ തലസ്ഥാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത് അങ്ങ് പൊന്നാനി വരെ നീളുന്നുണ്ട് ആ ഒരു ബെൽറ്റ്. ഇതുപോലെയാണ് ബോംബെ അതുപോലെ ആളുകളെ കൊണ്ടുവന്ന് ഇപ്പം ദാവൂദ് ഇബ്രാഹിം വരെ വരുന്ന അസീംഘട്ട് യു പി റിമോട്ട് വില്ലേജിൽ നിന്നാണ് ഇയാൾ വരുന്നത്. അപ്പോൾ ആ ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള ബന്ധം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഷെഫീഖ് ഇവിടെ നിന്ന് CPM-നെ കുറിച്ച് ഇത് അങ്ങനെ കാണുന്നത് TP ചന്ദ്രശേഖരൻ വധം പോലെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരാളാണ്. ഇപ്പോൾ ആ കൊലപാതകത്തിൽ CPM പങ്കിട്ടെങ്കിലും ഇല്ലെങ്കിലും ഇതല്ല. ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് തന്നെ കുറച്ച് സാത്വിക നിലപാടെടുക്കുന്ന മനുഷ്യനാണ്. ഇത് TP ചന്ദ്രശേഖരൻ വധം എങ്ങനെയാണ് മലബാറിലെ ഗുരുവശ പാർട്ടിക്ക് അടിയുണ്ടാക്കിയത്? ആ രീതിയിലാണ് ഓരോ കോൺഗ്രസ് തന്നെ വേദനിപ്പിക്കുന്നത്. ഇവിടെ തൽക്കാലം ഇവർക്ക് ആശ്വാസം സുധീരൻ ഈ പറയുന്ന, ഞാനത് ഇയാളുള്ളതുകൊണ്ട് പറയുന്നതല്ല, സുധീരൻ അല്ല വേറൊരാളാണ് KPCC പ്രസിഡന്റ് എങ്ങനെ തൻ്റെ അടുത്തോട് നിലപാടെടുക്കാൻ പറ്റില്ല. അത് സുധീരന് ചില കാര്യങ്ങളെങ്കിലും ഈ ഇമേജ് ഇല്ലെങ്കിൽ സുധീരനില്ലല്ലോ, അത് സുധീരൻ എടുത്തേ പറ്റും. അതുകൊണ്ട് അങ്ങനെ സുധീരനെ എടുത്തുകൊണ്ടാണ് ഈ രീതിയിലെങ്കിലും. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഇതും തേഞ്ഞു മാഞ്ഞു പോകും. പക്ഷേ ഈ ഒരു നിലപാടെടുത്തു എന്ന് പറയുന്ന സുധീരൻ എടുത്ത നിലപാടുകളെല്ലാം തകർക്കുന്ന രീതിയിലല്ലേ നമുക്ക് അവിടുന്ന് അനുഭവങ്ങൾ റിപ്പോർട്ടുകൾ വരുന്നത്? പ്രതികളെല്ലാം അവിടെ ഉണ്ട് സഹോദര.
പ്രതികളെ അവരെല്ലാം അവിടെ ഉണ്ട്. നാട്ടുകാർ വേണം പിടിച്ചു കൊടുക്കാൻ. FIR-ൽ പറയപ്പെടുന്ന 4 പ്രതികളിൽ ഇന്നിപ്പോ ഒരാളെയും കൂടെ കൂടുമ്പോൾ 4 പ്രതികളെയും പിടിച്ചു. ഇനി ഉള്ളത് ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ പ്രതികൾ എത്ര പേരുണ്ട്? ഉമ്മർ, പ്രതികള് 6 പേര് വീടിനകത്ത് വരികയും 5ഓളം പേര് വീടിന് പുറത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ വീടിന്റെ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. 11 ആയി. 6 പേര് അകത്ത് കയറി, 5 പേർ പുറത്ത്. ഹലോ, പറഞ്ഞോളൂ ഉമ്മർ. ഈ ഗോപപ്രതാപന് 93 കാലഘട്ടങ്ങളിൽ അദ്ദേഹം റോയൽ ഹോസ്പിറ്റലിലെ എക്സ്റേ ലാബിൽ ജോലിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് കോടീശ്വരനാണ്. എവിടെ നിന്ന് ഈ പൈസ വന്നു? ഇതെന്താ ഇത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കണം. ഇത്രയും കോടികളുടെ ആസ്തി എങ്ങനെ വന്നു? ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു റോയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഗോപപ്രതാപൻ എങ്ങനെ ബ്ലോക്ക് പ്രസിഡന്റായി? എന്ത് രാഷ്ട്രീയ പാരമ്പര്യം? അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ന് കോടികളുടെ ആസ്തി, ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? എങ്ങനെ ഉണ്ടായി? അദ്ദേഹത്തെ പിടിച്ചിട്ടല്ലേ ഇവര് ബ്ലോക്ക് പ്രസിഡന്റ് ആക്കി ഇരുത്തിയിട്ടുള്ളത്? അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് ഈ CN ബാലകൃഷ്ണനല്ലേ? അല്ല, നമുക്കൊരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു മന്ത്രിയുടെ പേര് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ എന്തെങ്കിലും തെളിവുകളും അതുപോലെ തന്നെ അതിനെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ പറയേണ്ടതുണ്ട്. ശ്രീ ഉമ്മർ, നമ്മുടെ വികാരത്തിനപ്പുറത്ത്. അതെ, അതായത് ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് തന്നെയല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ CN ബാലകൃഷ്ണനുള്ള ഏറ്റവും വലിയ ഇത്. ഈ ബ്ലോക്ക് പ്രസിഡന്റിന് എന്തെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്? അതിനപ്പുറത്തേക്ക് ഇവൻ വളരുന്നത് എങ്ങനെയാണ്? അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് പോലീസിൽ നിന്ന് താങ്കൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ആശങ്ക താങ്കളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല. പോലീസിൽ നിന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. ഗോപപ്രതാപൻ ഇന്നലെ വരെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കല്യാണ വീട്ടിൽ വന്നിട്ടുണ്ട്. ആരോപണ വിധേയനാണ് അദ്ദേഹം. സാക്ഷികൾ മൊഴി നൽകിയിട്ടുള്ളതാണ്. കൊല്ലപ്പെട്ട ഹനീഫയുടെ സഹോദരൻ ഉമ്മർ പറഞ്ഞത് പോലീസിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ തങ്ങൾക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ലെന്നാണ്. പോലീസുകാർ കൺമുമ്പിലുള്ള പ്രതികളെ പോലും പിടിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഹനീഫ വധക്കേസ് തേഞ്ഞുമാഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്നറിയാൻ നമുക്ക് ഗുരുവായൂർ CI സുദർശനെ സ്ഥലം മാറ്റി, അതോടൊപ്പം ചാവക്കാട് CI അബ്ദുൾ മുനീറിനെ ആഭ്യന്തര മന്ത്രാലയം ഇടപെട്ട് സ്ഥലം മാറ്റിയിരിക്കുന്നു. പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ, ഗുരുവായൂർ CI ആയിട്ടുള്ള ഈ സുദർശൻ എന്ന CI കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ഒന്നുകിൽ ചാവക്കാട് അല്ലെങ്കിൽ ഗുരുവായൂർ അവിടെ തന്നെ CI ആയി 4-5 തവണ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ അട്ടിമറിച്ച് കഴിഞ്ഞ ആഴ്ച പോലും ഇദ്ദേഹത്തെ മാറ്റിയതായിട്ടുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും ഗുരുവായൂരിലെ തന്നെ CI ആണ്. ഇന്നെന്തായാലും വളരെ നല്ലൊരു നീക്കമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. പക്ഷേ നമുക്കറിയാം ഇത്തരം സ്വാധീനമുള്ളവർ PA മാധവൻ്റെ പേരാണ് ഈ CIയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും അടുത്തൊരു സ്റ്റേഷനിൽ തന്നെ ഉടൻ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ശ്രീ ജോർജ് ജോസഫ്, ഈ പോലീസ് ഓഫീസർമാരുടെ മൊറേലിനെ തകർക്കുന്ന രാഷ്ട്രീയക്കാർ എന്നതിനപ്പുറത്ത് വേറൊരു കാര്യം, പ്രതികളിൽ നിന്നും വാദികളിൽ നിന്നും കാശ് വാങ്ങുന്ന, അതും 1000-2000 താങ്കളുടെ കാലത്തെ കണക്കല്ല, ഇപ്പോൾ ലക്ഷങ്ങളാണ് ഈ CIമാർ കൈക്കൂലിയായി വാങ്ങുന്നത്. തെളിവുകളുണ്ട്. എങ്ങനെ കാണുന്നു? ഇതിപ്പോൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വിടുവായി ചെയ്യുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് ഇത്തരം ഗുണ്ടകളെയും മാഫിയകളെയും അതുപോലെ തന്നെ സ്പിരിറ്റ്, അത് മയക്കുമരുന്ന് ലോബിയൊക്കെ വളർത്തുന്നത് പോലീസാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് ആ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് അങ്ങ് പോകുന്നതാണ്. കാരണം പോലീസിലെ ഇപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും ശരി പോസ്റ്റിംഗ് കിട്ടണമെങ്കിൽ ആ ജില്ലയിലെ ഒരു നേതാവ് ഉണ്ടാവും. അയാളെ പോയി കണ്ട് കാഴ്ച വെച്ച് എന്തെങ്കിലും കൊടുത്തെങ്കിലല്ലാതെ നമുക്ക് പോസ്റ്റിംഗ് കിട്ടത്തില്ല. അത് ഒരു സത്യമായ അതൊരു സത്യമായ നല്ല ഉദ്യോഗസ്ഥർ, കഴിവുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും ട്രെയിനിങ് അക്കാഡമിയിലും എല്ലാ രാഷ്ട്രീയക്കാരും DGPയും എല്ലാവരും കൂടെ കാര്യം 3 വർഷം ലോക്കലി ഇരുന്ന് കഴിഞ്ഞാൽ ആ ലോക്കലി ഇരിക്കുന്ന ആളെ തീർച്ചയായിട്ടും ക്രൈം ബ്രാഞ്ചിലോ വിജിലൻസിലോ സ്പെഷ്യൽ ബ്രാഞ്ചിലോ പോസ്റ്റ് ചെയ്തിരിക്കണം അടുത്ത 3 വർഷം. അടുത്ത 3 വർഷം വീണ്ടും വേറെ യൂണിറ്റിലോട്ട്. ഇത് ലോക്കലിലെ LDF വരുമ്പം സൗത്തിൽ വലിയ മാർക്സിസ്റ്റുകാരനും UDF വരുമ്പം നോർത്തിൽ വലിയ കോൺഗ്രസ്സുകാരനും. എങ്ങനെ വന്നാലും ഇവർ, ഞാനൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്, എങ്ങനെ വന്നാലും ലോക്കലിലേ ഇരിക്കുകയുള്ളൂ. ലോക്കലിൽ ഇരുന്ന് അവർ പിരിയും. അപ്പോൾ ഇത് രാഷ്ട്രീയക്കാരും ഡിപ്പാർട്ട്മെൻറ്റ് അധികാരും മനസ്സിലാക്കണം. കൃത്യമായിട്ട് 3 വർഷം കഴിഞ്ഞാൽ ബാങ്കുകാർക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി പോസ്റ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ അഴിമതി അവസാനിക്കുകയുള്ളൂ. കാരണം 3 വർഷം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കലി വരുമെന്ന് പറഞ്ഞാൽ അഴിമതിക്ക് അധികം പോവില്ല. മറ്റ് ആ 3 വർഷം വരെ റിട്ടയർ ചെയ്യുന്നിടം വരെ അവസാനം ഇവരെ ആരെയെങ്കിലും സേവ് പിടിച്ചൊരു IPS വാങ്ങിക്കും. ഈ IPSകാർക്ക് ഞാൻ അത് പല പ്രാവശ്യം പറയുന്നതാണ്. കഴിഞ്ഞ 20 വർഷം കേരളത്തിൽ IPS കൊടുത്തവരെ എല്ലാം ഒരു ജുഡീഷ്യൽ പ്രോബ് നടത്തണം. കോമ്പിറ്റൻ്റ് ആണോ ഇല്ലെങ്കിൽ IPS തിരിച്ചെടുക്കണം.
തീർച്ചയായിട്ടും വളരെയധികം നന്ദി. പ്രത്യേകിച്ചും ശ്രീ ഉമ്മർ, ഹനീഫയുടെ സഹോദരൻ, താങ്കളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളും ചേരുന്നു. അതോടൊപ്പം ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട്, ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ വി രാജേഷ്, BJP നേതാവ്, ഒപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസിൻ്റെ യുവ നേതാവ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ നിലപാടുകൾ വ്യക്തമാക്കിയ അബ്ദുൽ ഖാദർ MLA.